അവനിരുന്ന് കരയാണ്. അവൻ ഇപ്പോഴും ടോബി പറഞ്ഞ കാര്യങ്ങള് അത് ആലോചിച്ചു കൊണ്ടേയിരിക്കും. ഇത് ഉച്ചിഹയുടെ ശാപമാണ്. ഒരിക്കലും ഇതിൽ നിന്ന് അവന് മോചനം ഉണ്ടാവില്ല. അപ്പൊ കാക്കാഷി മാസ്റ്റർ ഇപ്പൊ കുട്ടപ്പനെ തന്നെ നോക്കി നിൽക്കാണ്. കുട്ടപ്പന്റെ ഭാവവും വിഷമവും കാണുമ്പോ ഇപ്പൊ മാസ്റ്റർക്കും ഒരുപാട് സങ്കടാവും. കട്ട് ചെയ്താ ഇപ്പൊ റെയ്ക്കാകെ ആള് ടെൻഷനായിട്ട് ഓടി വരും. റെയ്ക്കാകെ ചോദിക്കും, സാസുക അവൻ രക്ഷപ്പെട്ടോ? അതിന് അപ്പാപ്പ ഹൊക്കാക ആള് പറയും, അവൻ രക്ഷപ്പെട്ടു. ഈ ടോബി അവനെ രക്ഷപ്പെടുത്തി. ഇവനും അക്കാസ്കി ടീമിലെ ഒരു മെമ്പർ ആണെന്ന് പറയുമ്പോ റെയ്ക്കാകയ്ക്ക് കലി കയറി ടോബിയുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കും. പക്ഷെ അപ്പോഴേക്ക് ടോബി സാസുകയെ മറ്റൊരു ഭാഗത്തേക്ക് ഇപ്പൊ ടെലിപ്പോർട്ട് ചെയ്യും. ടോബി ഉടനെ ഇപ്പൊ കരീനയോട് പറയും, നീ എത്രയും പെട്ടെന്ന് സാസുകയെ റിവൈവ് ചെയ്യണം. നിന്നെ ഞാൻ അവന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ഇപ്പൊ അവളെയും സാസുകയുടെ അടുത്തേക്ക് അവൻ ടെലിപ്പോർട്ട് ചെയ്യും. കട്ട് ചെയ്ത ഒരു പ്രത്യേക ഡയമെൻഷനില് സാസുക അവൻ ബോധമില്ലാതെ അങ്ങനെ കിടക്കുകയാണ്. അവന്റെ തൊട്ടടുത്തായി ഇപ്പൊ കരീനയുണ്ട്. അവൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പൊ അവനെ റിവൈവ് ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും. കട്ട് ചെയ്ത ഇവിടെ ഗാറ അവൻ ടോബിയോട് ചോദിക്കും, നീ എന്തിനാ ഞങ്ങളിൽ നിന്ന് സാസുകയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? അതിന് ടോബി പറയും, നിങ്ങൾ തോക്കിൽ കയറി വെറുതെ വെടിവെക്കരുത്. എനിക്കൊരു ചെറിയ സ്റ്റോറി നിങ്ങളോട് പറയാനുണ്ട്. ക്ഷമയോടെ നിങ്ങളത് കേൾക്കണം. നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം അതെന്തുകൊണ്ടാണ് ഞാൻ സാസുകയെ രക്ഷിച്ചത് എന്നല്ലേ? അത് മറ്റൊന്നുമല്ല, സാസുക അവൻ വളരെ റെയറാണ്. എനിക്കവനെ ആവശ്യമുണ്ട്. അവനെ ഇങ്ങോട്ട് അയച്ചത് പോലും ഞാനാണ്. നിങ്ങളെ 5 ഹോക്കാഗമാരെയും ഹോസ്റ്റേജ് ആക്കാനായിരുന്നു എന്റെ പ്ലാൻ. കാരണം എന്റെ ഏറ്റവും വലിയ ഡ്രീമിന് നിങ്ങൾ വേണം ഹോസ്റ്റേജായി നിൽക്കാൻ. എങ്കിലും മാത്രമേ അത് എന്നെ കൊണ്ട് സക്സസ് ആക്കാൻ കഴിയൂ. അപ്പൊ ഹൊക്കാഗെ ചോദിക്കും, ആക്ച്വലി നിനക്ക് നല്ല പവർ ഉണ്ടല്ലോ. സോ നിന്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നിനക്ക് ഇവരുടെയൊക്കെ സഹായം അത് ആവശ്യമുണ്ടോ? അതിന് ടോബി പറയും, ഞാൻ ഫസ്റ്റ് ഹൊക്കാഗെ ആയിട്ട് ഫൈറ്റ് ചെയ്തതുകൊണ്ട് തന്നെ എന്റെ ഒരുപാട് പവർ എനിക്ക് നഷ്ടപ്പെട്ടു. അത് റീഗെയിൻ ചെയ്യാൻ എനിക്ക് ഇവരുടെ സഹായം അത് ആവശ്യമാണെന്ന് പറഞ്ഞ് അവൻ ആ ടേബിളിന്റെ മുകളിലിരുന്ന് അവന്റെ സ്റ്റോറി അത് പറയാൻ തുടങ്ങും. അവൻ പറയും, ഞാൻ എല്ലാം ഒന്നാക്കാൻ പോവാണ്. അത് കേട്ട് എല്ലാവരും ഷോക്കായിട്ട്, നീ എന്താടാ പറയണേ? എല്ലാം ഒന്നാക്കാൻ പോവാണെന്നോ? നീ എന്താ ഉദ്ദേശിക്കണേ? അതിനവൻ പറയും, ഒച്ചിഹ ക്ലാനില് ഒരു സീക്രട്ട് റൂമുണ്ട്. അവിടെ ഒരു കല്ലിലാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ വായിച്ചു മനസ്സിലാക്കിയത്. അതെഴുതിയത് മറ്റാരുമല്ല, സേജ് ഓഫ് സിക്സ് പാത്ത് ആണ്. ശരീങ്ങം കണ്ണുകൊണ്ട് മാത്രമേ അത് വായിക്കാൻ കഴിയൂ. വെറും ശരീങ്ങം കണ്ണല്ല, മങ്കിക്കു ശരീങ്ങം കണ്ണ്. അതിനപ്പാപ്പ ഹൊക്കാഗ പറയും, ഒരിക്കലുമില്ല. സേജ് ഓഫ് സിക്സ് പാത്ത് എന്ന് പറയുന്ന ഒരാള് അത് വെറും മിത്താണ്. അങ്ങനെ ഒരാൾ നമ്മുടെ ചരിത്രത്തിലെ ഉണ്ടായിട്ടില്ല. അതിന് റേക്കാക ടെൻഷനായിട്ട്, അതെന്തെങ്കിലും ആവട്ടെ, നിന്റെ ലക്ഷ്യം അതെന്താണെന്ന് പറ. അതിന് ടോബി അവൻ പറയും, എന്റെ ലക്ഷ്യവും സേജ് ഓഫ് സിക്സ് പാത്തിന്റെ ലക്ഷ്യവും ഒന്നാണ്. അപ്പൊ ചുന്ദരി ഹൊക്കാഗ ചോദിക്കും, നിന്റെ കയ്യില് മങ്കിക്കു ശരീങ്ങം കണ്ണുണ്ട്, നിന്റെ ടീംമേറ്റിന്റെ അടുത്ത് റെനീങ്കം കണ്ണുണ്ട്. അപ്പൊ സേജ് ഓഫ് സിക്സ് പാത്തിന്റെ സീക്രട്ട് ഫോമിലുള്ള എല്ലാ കാര്യങ്ങളും നിനക്കറിയോ? അതിന് ടോബി അവൻ പറയും, സേജ് ഓഫ് സിക്സ് പാത്ത് ആൾ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് വലിയൊരു മോൺസ്റ്ററിൽ നിന്ന് നമ്മളെ എല്ലാവരും രക്ഷിച്ചു. അത് കേട്ട് ഗാറ ടെൻഷനായിട്ട്, മോൺസ്റ്ററോ? ഏത് മോൺസ്റ്റർ? അതിന് ടോബി, ആ ഒരു മോൺസ്റ്ററിന്റെ പകുതി ഭാഗം അത് നിന്റെ ബോഡിയിലായിരുന്നു സീൽ ചെയ്ത് വെച്ചിരുന്നത്. അത് നിനക്കറിയോ? എല്ലാ മോൺസ്റ്ററുകളെയും കമ്പൈൻ ചെയ്തിട്ടുള്ള ടൺടെയിൽ മോൺസ്റ്റർ ആണത്. അതിനെയാണ് സേജ് ഓഫ് സിക്സ് പാത്ത് കൺട്രോൾ ചെയ്തത്. അത് കേട്ട് ഒരു സെക്കൻഡ് ഇപ്പൊ എല്ലാവരും ഷോക്കാവും. അതിന് കങ്കൂറ ചോദിക്കും, ആകപ്പാട് 9 ടെയിൽ വരെ മാത്രമേ നമ്മുടെ ലോകത്തുള്ളൂ. 10 ടെയിൽ അങ്ങനെയൊന്ന് ഇല്ലേ ഇല്ല. അതിന് ടോബി പറയും, അതിനവൻ പറയും, അങ്ങനെയൊന്നുണ്ട്. 1 മുതൽ 9 വരെയുള്ള ടെയിലുകളെ കമ്പൈൻ ചെയ്ത 10 ടെയിൽ. അവനിപ്പോ ഓരോ മോൺസ്റ്റേഴ്സിനെയും ആരൊക്കെ കൺട്രോൾ ചെയ്തു എന്ന് പറയാനായിട്ട് തുടങ്ങും. ഈ 9 മോൺസ്റ്റേഴ്സിന്റെയും പവർ അത് കമ്പൈൻ ചെയ്താണ് 10th ടെയിലിനെ ക്രിയേറ്റ് ചെയ്തത്. അതിനെ ക്രിയേറ്റ് ചെയ്തത് പോലും സേജ് ഓഫ് സിക്സ് പാത്ത് ആണ്. ആക്ച്വലി ഈ സേജ് ഓഫ് സിക്സ് പാത്ത് തന്നെയാണ് 10 ടെയിൽ. അദ്ദേഹം മരിക്കുന്നത് വരെ ആ ഒരു 10 ടെയിലിനെ കൺട്രോൾ ചെയ്തു വെച്ചു. അദ്ദേഹത്തിന്റെ അവസാന കാലത്താണ് സമറിൻ ജിപ്സ് ഉപയോഗിച്ച് 10 ടെയിലിനെ പുറത്തേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷമാണ് അത് 9 ടെയിലായിട്ട് ആള് സെപ്പറേറ്റ് ചെയ്തത്. ആ 9 ടെയിലുകളെയും 9 ദിശയിലേക്ക് അദ്ദേഹം അയച്ചു. 10th ടെയിലിന്റെ പവർ മാത്രം അദ്ദേഹം സീൽ ചെയ്ത് ആകാശത്ത് ആർക്കും അത്ര എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയാത്ത ഒരു പ്രത്യേക ഡയമെൻഷനിൽ ഒളിപ്പിച്ചു വെച്ചു. അവൻ പറയും, എന്റെ ലക്ഷ്യം ആ 10 ടെയിലിനെ അതിനെ പുറത്തു കൊണ്ടുവരിക എന്നതാണ്. വിഭജിച്ചു കളഞ്ഞ 1 മുതൽ 9 വരെയുള്ള ടെയിലുകളുടെ പവറും ആ 10 ടെയിലിന്റെ പവറും അത് മുഴുവനായിട്ട് കമ്പൈൻ ചെയ്ത് ഞാൻ എന്റെ ബോഡിയിൽ തന്നെ സീൽ ചെയ്യും. പിന്നീട് ആ ഒരു 10th ടെയില് അതിനെ കൺട്രോൾ ചെയ്യുന്നത് പോലും
ഞാനായിരിക്കും. അതിലൂടെ സൂപ്പർ ഗെഞ്ചിപ്സ് കൊണ്ടുവന്ന് എന്റെ കണ്ണിന്റെ പവർ അത് ഡബിൾ ആക്കും. പിന്നീട് ഈ ലോകം മുഴുവൻ തന്നെ എന്റെ കാൽച്ചൂട്ടിലായിരിക്കും. അതിന് റെയ്ക്കാകെ ആള് ടെൻഷനായിട്ട് പറയും, ഇതൊന്നും തന്നെ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അതിനനുവദിക്കില്ല. ചുന്ദരി ഹൊക്കാഗ പറയും, ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നിന്റെ വെറും സ്വപ്നം മാത്രമാണിത്. അപ്പാപ്പ ഹൊക്കാഗ പറയും, ഡാസോയും ഇത് തന്നെയാണ് പറഞ്ഞത്. ലോകത്തെ മുഴുവൻ ഒരു കൊടക്കീഴിൽ കൊണ്ടുവരണം എന്ന്. പക്ഷെ നീ ആഗ്രഹിക്കുന്നത് ലോകത്തെ മുഴുവൻ നിന്റെ കാൽച്ചോട്ടിൽ കൊണ്ടുവരണം എന്നാണ്. അതിന് ടോബി അവൻ പറയും, വിശ്വാസം അത് ഓൾറെഡി ഇപ്പൊ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞാനിപ്പോ ആ 8th ടൈലിനെയും 9th ടൈലിനെയും കമ്പയിൻ ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും എന്നോട് കോപ്പറേറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആരാണെന്ന് നിങ്ങൾ ഓരോരുത്തരും അറിയും. അത് കേട്ട് റെയ്ക്കാകെ ആള് ഷോക്കായിട്ട് ചോദിക്കും, 8th ടൈലോ? അവനെ ഓൾറെഡി നിങ്ങൾ തട്ടിക്കൊണ്ടു പോയില്ലേ? അതിന് ടോബി, അവൻ ഓൾറെഡി ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. എത്രയും പെട്ടെന്ന് എനിക്ക് അവനെ കണ്ടുപിടിക്കണം. അത് കേട്ട് റെയ്ക്കാകെ ടെൻഷനായിട്ട്, അവനെ എന്റെ കയ്യിൽ കിട്ടിയ ഉറപ്പായിട്ടും ഞാൻ ഇടിച്ച് സൂപ്പാക്കും. അവനു വേണ്ടിയാണ് ഞാൻ ഈ ഫൈറ്റ് ഒക്കെ ഉണ്ടാക്കിയത്. അപ്പൊ അവിടെയുള്ള 4 ഹൊക്കാഗമാരും ഇപ്പൊ ചേർന്ന് പറയും, ഒരു ബീസ്റ്റിനെ പോലും ഞങ്ങൾ നിനക്ക് വിട്ടു തരില്ല. 9 ടൈലിനെ, ലീഫ് വില്ലേജിലെ കുട്ടപ്പനെ, അവന് ഒരിക്കലും നിനക്ക് കിട്ടില്ല എന്ന് ഇപ്പൊ ഗാറ വിളിച്ചു പറയും. അതിന് ടോബി ചിരിക്കും, എന്റെ ഉള്ളില് 7 ടൈലുണ്ട്. ആ പവർ ഉപയോഗിച്ച് നിങ്ങളെ എല്ലാവരെയും ഈ നിമിഷം ഇവിടെ വെച്ച് എനിക്ക് കൊന്നു തള്ളാൻ കഴിയും. നിങ്ങളിൽ ജീവിക്കണം എന്നാഗ്രഹമുള്ളവർ മാത്രം എന്നെ സപ്പോർട്ട് ചെയ്യുക. അല്ലാത്തവർ ഇപ്പൊ തന്നെ മരിക്കാനായി തയ്യാറെടുക്കുക. ഉടനെ അവൻ മങ്കിക്കു ശരീരം കണ്ണ് അത് ഓപ്പൺ ചെയ്ത് അവിടുന്ന് ഡിസപ്പിയർ ആവും. അപ്പാപ്പ ഹൊക്കാഗ ആളാകെ ടെൻഷനായിട്ട് ഇപ്പൊ ബാക്കിയുള്ളവരോട് ചോദിക്കും, നമ്മൾ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ വലിയ അപകടമാണ്. അവന് ഭയങ്കര പവറാണ്. മാത്രമല്ല ഓൾറെഡി ഒരുപാട് ബീസ്റ്റുകളെ അവര് കളക്ട് ചെയ്ത് കഴിഞ്ഞു. അതിന് റെയ്ക്കാക പറയും, പേടിക്കേണ്ട ആവശ്യമില്ല. എന്റെ ബ്രദർ കില്ലർ ബി അവൻ സേഫ് ആണ്. ടോബിയുടെ പ്രധാന ഉദ്ദേശം 8th ടൈലിനെയും 9th ടൈലിനെയും അവരെ രണ്ടുപേരെയും കമ്പൈൻ ചെയ്യുക എന്നതാണ്. സോ 8th ടൈലും 9th ടൈലും ഇപ്പൊ സേഫ് ആണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർ രണ്ടുപേരെയും കണ്ടെത്തി നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കണം. അപ്പാപ്പ ഹൊക്കാഗ പറയും, നമ്മൾ എത്രയും പെട്ടെന്ന് അലൈൻ ഷിനോബി ടീം അത് ക്രിയേറ്റ് ചെയ്യണം. അതിന് റെയ്ക്കാക, ലീഫ് വില്ലേജിലെ ഹൊക്കാഗ ഡാസോ അവൻ ഓൾറെഡി ഓടി രക്ഷപ്പെട്ടു. പിന്നെങ്ങനെ നമ്മൾ ഈ ഒരു ടീം അത് ക്രിയേറ്റ് ചെയ്യും? അവനെ കണ്ടാൽ തന്നെ അറിയാം അവനൊരു ഫ്രോഡാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ലീഫ് വില്ലേജിലെ ഹൊക്കാഗ സ്ഥാനത്ത് നിന്ന് അവനെ നീക്കം ചെയ്യും. അതിന് ഗാറ പറയും, ലീഫ് വില്ലേജില് വിശ്വസിക്കാൻ പറ്റിയ അത്രയും പവറുള്ള ഒരേ ഒരാളേ ഉള്ളൂ. അത് മറ്റാരുമല്ല, കാക്കാഷി സെൻസായി. അപ്പൊ ഒരു സെക്കൻഡ് റെയ്ക്കാകെ ഇപ്പൊ കാക്കാഷിയെ കുറിച്ച് ആലോചിക്കും. കാക്കാഷി ആള് കുട്ടപ്പനെ സപ്പോർട്ട് ചെയ്തത്, സാസുകയെ കൊല്ലരുത് എന്ന് അപേക്ഷിച്ചത്, അങ്ങനെ എല്ലാ കാര്യവും. അപ്പൊ ഉടനെ ഇപ്പൊ റെയ്ക്കാഗയോട് പറയും, നമുക്ക് എത്രയും പെട്ടെന്ന് കില്ലർ ബിയെ കണ്ടുപിടിക്കണം. അവൻ എന്തെങ്കിലും അപകടത്തിൽ ചെന്ന് പെടുന്നതിന് മുൻപ് നമുക്ക് എത്രയും പെട്ടെന്ന് അവനെ സേവ് ചെയ്യണം. സുന്ദരി ഹൊക്കാഗെ അവള് പറയും, എന്ത് വില